ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞതും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് റിസൾട്ട് ഷെയർ ചെയ്തതുമായിട്ടുള്ളൊരു കിഡിലും ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ടെക്സ്ചർ കണ്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാനത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സ്കിന്നിൽ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതോടൊപ്പം പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. സ്കിന്നിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് തയ്യാറാക്കിയ ഈ ഒരു കിഡിലും ഫേസ് പാക്ക് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിന് യാതൊരു ഇറിറ്റേഷനോ ഇച്ചിങ്സോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കാണാം. ഹായ്, എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, ബ്യൂട്ടി, സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ ഒരുപാട് ടിപ്പാണ് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം. നല്ല നല്ല ടിപ്സാണ് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിനും ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതും ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഷെയർ ചെയ്തതുമായിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ്. ഞാനും ഈ ഒരു ഫേസ് പാക്ക് കാണുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയാണ്. ഒരുപാട് വൈറലായൊരു വീഡിയോ ഉണ്ട്. അതിനുശേഷം ആ വീഡിയോ ഇൻസ്പയർഡ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അവരും നല്ല നല്ല റിസൾട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ വീഡിയോസ് കണ്ടിട്ടും ഇപ്പോൾ മെയിനായിട്ടൊരു വീഡിയോ വന്നെങ്കിൽ അത് ഇൻസ്പയർ ആയിട്ട് ചെയ്ത ബാക്കിയുള്ള എല്ലാ വീഡിയോയും അതിൻ്റെ കമൻറ്റിൻ്റെ താഴെയും ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിരുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലൊരു ഫേസ് പാക്ക് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത്. ഒന്ന് ഉലുവയും ഒന്ന് പാലും. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഉലുവയും തൈരും ചേർത്തിട്ടുള്ളൊരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു റീൽസ് കണ്ടപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. തൈരിന് പകരം പാലൊഴിച്ചിട്ട്, ഉലുവയിൽ പാലൊഴിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് ഷെയർ ചെയ്യുന്ന കമൻറ്റൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ റിസൾട്ട്, അവർക്കും അത് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഷെയർ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നല്ല ഫേസ് പാക്കാണ്. അപ്പോൾ ആ ഫേസ് പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇത് കാണാത്തതും അറിയാത്ത ആൾക്കാരും ഒക്കെ ഒത്തിരി കാണും. അവർക്കും കൂടെ ഇത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു റീൽസ് വൈറലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു വൈറൽ ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി അറിയായിരിക്കും. അറിഞ്ഞില്ലാത്തവരും കാണും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഒന്ന് ഉലുവയും ഒന്ന് പാലും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉലുവ നല്ലപോലെ കുതിർന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കുതിരാതെ നമുക്ക് അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തലേ ദിവസം തന്നെ രാത്രി ഉലുവയും പാലും കൂടെ ഒന്ന് കുതിർക്കാൻ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പകലാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നതെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ ഒരു 4 മണിക്കൂറിനകത്ത് അത്യാവശ്യമൊക്കെ ഒന്ന് കുതിർന്ന് വരും. ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ വെളുക്കുന്നവരെ ആ ഒരു ടൈം കിട്ടും നല്ലപോലെ കുതിർന്ന് വരാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ പാലുമായിട്ട് മിക്സായി വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കിന് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാനും നല്ല ചാൻസ് ഉണ്ട്. അപ്പം ബെറ്റർ എന്ന് പറയുന്നത് രാത്രി നമ്മൾ കുതിർക്കാൻ വെക്കുന്നത് തന്നെയാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫേസ് പാക്ക് പരിചയപ്പെടാം. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ബൗൾ എടുക്കാം. കഴുകി വൃത്തിയാക്കിയ ഒരു ചെറിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഉലുവ പാല് നല്ലപോലെ കുതിർന്ന് വരണം. അപ്പോൾ ഉലുവ 1 ടേബിൾ സ്പൂണും പാല് 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. പാലിൽ നല്ലപോലെ ഉലുവ മുങ്ങി നിൽക്കണം. ആ പാല് കംപ്ലീറ്റ് ആയിട്ട് ഉലുവ അബ്സോർബ് ചെയ്തെടുക്കും. ഇത് നമ്മൾ ഓവർനൈറ്റ് ആണ് ചെയ്യേണ്ടത്. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പാല് കംപ്ലീറ്റ് ഉലുവ അബ്സോർബ് ചെയ്ത് ഉലുവ നല്ലപോലെ സോക്കായിരിക്കും. ആ ഒരു ടെക്സ്ചർ, ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ പാല് ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. തരികളൊക്കെ ഒഴിവാൻ വേണ്ടിയാണ്. ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. തരികളോട് ഫേസിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫേസിലും നെക്കിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മസാജ് ചെയ്ത് തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്ന രീതിയും യൂസ് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലോട്ട് ചോദിക്കാം, ഇൻസ്റ്റഗ്രാമിലൂടെ ചോദിക്കാം.
ഡൗട്ട്സിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും, നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ലപോലെ വർക്കായ ഒരു ഫേസ് പാക്കാണ്. അപ്പം ഇന്ന സ്കിന്നൊന്നുമില്ല, ഓയിലി ചെയ്യുന്നില്ല, ഡ്രൈ ചെയ്യുന്നില്ല, കോമ്പിനേഷൻ എന്നില്ല, എല്ലാവർക്കും ഒരുപോലെ വർക്കായ ഒരു ഫേസ് പാക്ക് തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ്, അതായത് പാല് അല്ലെങ്കിൽ ഉലുവ, ഇതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ സ്കിന്നിന് അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പാൽ അലർജി ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് ഉലുവ മാത്രം അരച്ച് തേച്ചാൽ മതി. ഇനി ഉലുവയാണ് അലർജി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യരുത്. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് വെറുതെ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസും ഇച്ചിങ്സും ഒന്നും വരുത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പാച്ച് ടെസ്റ്റ് മസ്റ്റാണ്. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ നല്ല നല്ല ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനത്തിലിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക.